ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ വന്നത് പകുത്ത പഴം കൊണ്ടുള്ള വൈകുന്നേരത്തെ ചായക്കടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ പകുത്ത പഴം നമുക്ക് മിക്സിയിലൊന്ന് കറക്കിയിട്ടെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് പഞ്ചസാര ഇട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ടെടുക്കാം. വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്. അങ്ങനെ നമ്മളെ നല്ല പഴുത്ത പഴം നല്ലോണം മിക്സിയിലിട്ട് ഇതാക്കിയിട്ട് വെച്ച് കുറച്ച് ഒരു നുള്ളു ഉപ്പ്, പിന്നെ കുറച്ച് മൈദ നമുക്ക് നമ്മൾ ഇത് കലക്കിയിട്ട് ഇതാക്കുന്ന മിക്സിയിലിടുമ്പോൾ ഞാൻ പഞ്ചസാരയോ പഴം കൂട്ടിയിട്ട് അടിച്ചിട്ടെടുത്തത്. നമ്മളെ പഴുത്ത് മധുരമുള്ളതുകൊണ്ട് നമുക്ക് നമ്മളെ മധുരം നോക്കി, ചിലയാൾക്ക് നല്ല മധുരം വേണം, ചിലയാൾക്ക് കുറച്ച് മധുരം വേണം. അങ്ങനെ ഈ പാകത്തിന് ഞാൻ നല്ലോണം സ്പൂൺ കൊണ്ട് ഇതാക്കിയിട്ട് വെച്ച് അടിപൊളി ടേസ്റ്റുള്ള വൈകുന്നേരത്തെ ചായക്കടി. അങ്ങനെ നമ്മളെ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് നെയ്യ് വെച്ച്, വെളിച്ചെണ്ണ വെളിച്ചെണ്ണ, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയില, എന്തിനു വേണമെങ്കിലും ഇഷ്ടംപോലെ ഏതിന് വേണമെങ്കിൽ നമുക്ക് പൊരിച്ചിട്ടെടുക്കാം. അങ്ങനെ നമ്മൾ ചീനച്ചട്ടിന് നെയ്യെല്ലാം പാർന്ന് അത് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് സ്പൂൺ കൊണ്ട് ഓരോന്ന് കോരി കോരി എടുക്കാം. അടിപൊളി ടേസ്റ്റുള്ള വൈകുന്നേരത്തെ ചായക്കടി ഇത്. നമ്മൾ കൂട്ടെല്ലാം കലക്കിയിട്ട് ഒരു അരമണിക്കൂർ അട വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഇത് പൊരിക്കുന്ന സമയത്ത് നല്ലോണം പൊന്തി, നമ്മൾ ഈസ്റ്റ് അങ്ങനത്തെ ഒന്നും ഇടണ്ടയില്ല, ഇതന്നെ പൊന്തി വരും. അടിപൊളി ടേസ്റ്റിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കും ഇഷ്ടപ്പെടും, വലിയവർക്കും ഇഷ്ടപ്പെടും, പ്രായമാണ് ഇഷ്ടപ്പെടും. അടിപൊളി ടേസ്റ്റുള്ള നമ്മളെ പഴം കൊണ്ടുള്ള ഒരു ഉണ്ട ഉണ്ടാക്കിയ വൈകുന്നേരത്തെ ചായക്കടി. അങ്ങനെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് നമുക്ക് നല്ല പൊൻകളർ വരുന്നവരെ പൊരിഞ്ഞിട്ടെടുക്കുക. ഇത് വേഗം പൊരിഞ്ഞ് കിട്ടും. വേഗം ഒരു മിനിറ്റ് കൊണ്ട് തന്നെ അങ്ങപ്പുറം പൊരിഞ്ഞ് കിട്ടും. നല്ലോണം എണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ വേഗം ഇത് നെയ്യിലിടുമ്പോഴത്തേക്കന്നെ അത് പായുമ്പോഴത്തേക്കന്നെ മറിച്ചിട്ട് നമ്മൾ പകുത്ത പഴവും മൈദപ്പൊടിയും പഞ്ചസാരയും പിന്നെ കുറച്ച് ഏലക്കായ പൊടിയും കുറച്ച് ഒരു നുള്ള് ഉപ്പും അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള പഴം കൊണ്ടുണ്ടാക്കിയ ഇത് റെഡിയായി. വീട്ടിലെല്ലാം ഉണ്ടാക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്, ലൈക്ക് ചെയ്യുക. അടിപൊളി ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും വീട്ടിലുണ്ടാക്കിയിട്ട് നോക്കണം, അത്രക്കും ടേസ്റ്റ് ഉണ്ട് ഇതിന്. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കിയിട്ട് നോക്കുക. നല്ല സോഫ്റ്റും നല്ല ഇത് എല്ലാം ഉണ്ട്. പഴുത്ത പഴം കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും അട നിൽക്കണ്ട, ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നോക്കുക. അടിപൊളി ടേസ്റ്റുള്ള അങ്ങനെ നമ്മളെ ഇതെല്ലാം പൊരിഞ്ഞ് വന്ന് റെഡിയായി. അങ്ങനെ പൊരിച്ച് വെച്ചാണ് അടിപൊളി ടേസ്റ്റുള്ള. അങ്ങനെ നമുക്ക് ബാക്കിയെല്ലാം കൂടി പൊരിച്ചിട്ടെടുക്കാം. എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നോക്കുക. അടിപൊളി ടേസ്റ്റുള്ള നമ്മൾ പഴം കൊണ്ടുള്ള ഉണ്ട റെഡിയായി വന്ന്. ബായ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.